ഇത് അബ്ദുൽ കരീം IPS, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, കോഴിക്കോട് റൂറൽ വടകര. This is to certify that Abulais, son of Nasser, Kozhikode district, Kerala state, India, within Koduvalli police station limits, is residing the above address. A COFEPOSA warrant was issued against him and he was under preventive arrest. He has been discharged by Honorable High Court of Kerala Wide Order WP number 2019. At present, no criminal case or warrants are pending against him in Kozhikode rural district. പിന്നെ അയാളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതിന് എന്താ പ്രശ്നം? ഈ സ്വർണ്ണക്കടത്തുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? അത്ര കാര്യങ്ങൾ അറിയും. ഇപ്പോൾ നിലവിലെ കാര്യത്തിൽ എങ്ങനെയാണ് അത് പറയേണ്ട പോലീസല്ലേ? അതിനൊരു അന്വേഷണം താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ എല്ലാവരുടെ പേരിൽ അന്വേഷണം പറയാൻ പറ്റില്ല. പോലീസ് ഇവരുടെ പേരിൽ കേസുണ്ട് എന്ന് എന്നോട് പറഞ്ഞാൽ ആ സമയം എനിക്ക് പദ്ധതിക്ക് വേറെ ആളുകളെയും സമീപിക്കാമല്ലോ. എനിക്ക് വേറെ ആളെ സമീപിക്കാം. ഈ അമാന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടും ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അമാന ഗ്രൂപ്പിന് എന്താ പ്രശ്നം? അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിൽ ആരുടെ പേരിലാണ് പോലീസ് കേസ് ഉള്ളത്? എനിക്ക് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആളുകളുമായിട്ടൊന്ന് എല്ലാ ആളുകളുടെ അടുത്തും ഞാൻ പോയിട്ട് എന്താ ചോദിക്കേണ്ടത്? അയാളുമായിട്ട്, കാരണം ഞാൻ എൻ്റെ വോട്ടർമാരല്ലേ ഇവരൊക്കെ, ഇവരെല്ലാം പോലീസ് കേസിലുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് ശരിയാണോ? പോലീസാണ് എൻ്റെ അടുത്ത് വന്ന് പറയേണ്ടത്. ഞാൻ ഇങ്ങനൊരു പദ്ധതി, ഇത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് ട്രാൻസ്പാരൻ്റ് ആണ്. അവിടേക്ക് പോയിട്ടുള്ള ആളുകൾ ആരാണ്, അവർക്ക് ജോലി കിട്ടിയത് ആരാണ്. ഇപ്പോൾ ഈ അടുത്ത് പോയത് ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടി. അദ്ദേഹം എനിക്ക് അയച്ചിട്ടുള്ള നന്ദിക്കുറിപ്പ് ഇതിനകത്തുണ്ട്. ഇത്രയും നല്ലൊരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ സഹായിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നിലനിർത്തി പോകണം എന്ന് പറയുന്ന സന്ദേശത്തിലുണ്ട്. അപ്പം നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ഈ പദ്ധതി ഒരു കാരണവശാലും പിൻവലിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇത് പാവപ്പെട്ടവനുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന് പോയി അവിടെ ആ കഷ്ടപ്പാട് ഇവരുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് എന്താ മുനീർ വരാൻ കാരണം? MK മുനീർ ഇപ്പം 2 ദിവസമായിട്ടാണല്ലോ വരുന്നത്. എന്ത് കാരണം എന്താ? പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ RSSുമായിട്ടുള്ള ബന്ധം, അത് നിങ്ങൾ എന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് DYFI അല്ല, അതിൻ്റെ അപ്പുറത്തുള്ളവർ വിചാരിച്ചാലും എന്നെ അതിൽ നിന്ന് തടയാൻ പറ്റില്ല. കാരണം MK മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ 62-ാം വയസ്സിൽ കള്ളക്കടത്ത് നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നതല്ല ഞാൻ. അപ്പം നിങ്ങൾ മറ്റവരൊക്കെ മറന്നുപോയോ? ഈ കള്ളക്കടത്ത് നടത്തുന്ന ആൾ പിന്നെ CMൻ്റെ ഓഫീസിലുണ്ടായിരുന്നില്ലേ? ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നയുടെ വിഷയം എന്താ നിങ്ങൾ സംസാരിക്കാത്തത്? അപ്പോൾ അതൊക്കെ കേസ് തീർന്നോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ കേസ് ഇല്ലാത്ത ആളുകളുമായി ഞാൻ ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന അർത്ഥം. എന്നാൽ ഇവർക്കൊക്കെ ബന്ധപ്പെടാം. നിങ്ങൾ പറഞ്ഞിട്ടുള്ള അമാന ഉണ്ടല്ലോ, അമാനയിൽ നിന്ന് അമ്മാനക്ക് പിന്നെ ഇത് മാത്രമൊന്നുമല്ല, അവർ ഗോൾഡ് ബിസിനസ് ഒന്നുമില്ല, അവർക്ക് വേറെ പല ബിസിനസ്സസും ഉണ്ട്. അവിടെ അവർക്ക് ഒരു വലിയ സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിൽ മുഴുവൻ പരിപാടിയും സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ അവിടെ പോയി സൗജന്യമായി പരിപാടി നടത്തുന്നു, സ്പോൺസർഷിപ്പ് വാങ്ങുന്നു.